ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മോഹിനീനെയാണ്. അപ്പോൾ മോഹിനിയും അതുപോലെ തന്നെ മാലുവും അമ്മയും രാഖിയും എല്ലാം കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ ഈ വിളിച്ചപ്പോഴത്തേനും രാജേന്ദ്രനെ വിളിച്ചു. അപ്പോൾ രാജേന്ദ്രൻ ഫോൺ എടുത്തു. എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ വേറെ ദൂര സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ പ്രതാപനുണ്ടെന്നും പറയുകയും ചെയ്തു. നിങ്ങളിന്ന് വരുന്നില്ലേ? ഇന്ന് വരുന്നില്ലെന്നോ? അതെന്താ എന്നൊക്കെ ഇങ്ങനെ മാലു ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്താ അവൻ പറഞ്ഞേ എന്നിങ്ങനെ അമ്മ ചോദിച്ചപ്പം ഇന്ന് വരുന്നില്ല എന്ന് ഏതോ ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ നിൽക്കുക, നാളെ വരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഉടനെ മോഹിനി, ഈടർ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ എന്ന് ഇങ്ങനെ പറയാണ്. അവനിങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് എന്താമേ കാര്യം? ചോദിക്കാഞ്ഞിട്ടല്ലല്ലോ, കള്ളവല്ലേ പറയണത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോഹിനിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ മോഹിനി പെട്ടെന്ന് വെപ്രാളം പിടിച്ചു. ജീവനാണ് വിളിക്കുന്നത്. അപ്പം അതെ, എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിക്കുന്നത്, ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് മോഹിനി ഫോണും എടുത്തുകൊണ്ട് വേഗം റൂമിലേക്ക് പോയി. ജീവ എന്ന് വിളിച്ചു. ആ ചേച്ചി, ഒടുക്കം അവളെൻ്റെ വലയിൽ വീണു. അതെനിക്കറിയാമായിരുന്നു. അല്പം വൈകിയാണെങ്കിലും നിൻ്റെ വലയിൽ അവൾ വീഴുമെന്ന് എനിക്കറിയാമായിരുന്നടാ. ഏതായാലും നീ ഹാപ്പിയല്ലേ? ഹാപ്പിയായി എന്ന് പറഞ്ഞു. അതെ, പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചോണം, മനസ്സിലായാലും. മുമ്പത്തെ പോലെ നിൻ്റെ കയ്യിൽ നിന്ന് അവൾ വഴുതിപ്പോവാൻ ഇടവരുത്തതിൽ ഇല്ല ചേച്ചി, ഒരിക്കലുമില്ല. ഇത്തവണ ഞാൻ അവളുടെ കൈ മുറുകെ തന്നെ പിടിക്കും, വിടില്ല ഞാൻ. പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ എനിക്ക്? അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ? അവളെ കൂടെ തന്നെ നിർത്തണം, മനസ്സിലായോ? അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ നീ അതൊക്കെ ചെയ്ത് കൊടുക്ക്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ ചേച്ചിയെ വിളിച്ചാൽ മതി. ശരി ചേച്ചി എന്ന് പറഞ്ഞ് മോഹിനി ഫോൺ വെച്ചു. വേഗം ജീവൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം. ചേച്ചി പറഞ്ഞത് ശരിയാ, ഇനി കൈവിട്ട് കളയാൻ പാടില്ല. അവൾ കൈവിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. പണ്ട് കറങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവളെയും കൂട്ടി കറങ്ങണം. അതെ, അവളെ ആ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പം അത് അന്ന് പോയ സ്ഥലങ്ങളിലൊക്കെ പോയാൽ സ്നേഹത്തിൻ്റെ ആഴം കൂടും. അവളെ പ്രേമിച്ച് ഇവിടെ എത്തിക്കണം. എൻ്റെ കൈക്കുള്ളിൽ അവളെ ഒതുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ. എത്രയും വേഗം തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അവൾ പ്രഗ്നൻ്റ് ആയാൽ പിന്നെ അവൾ എന്തായാലും കാഞ്ചനയ്ക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയില്ല. അതിപ്പം അച്ഛൻ പറഞ്ഞ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് അത് ചെയ്തേ പറ്റൂ. അതിനു മുൻപ് കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് തീരുമാനിച്ച് ജീവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്ന മഹേന്ദ്രനെയും പ്രഭാവതിനെയാണ്. രണ്ടുപേരും നല്ല ഉറക്കമൊക്കെ പിടിച്ചു. അപ്പോഴാണ് വാതിൽ മുട്ടുന്നത് ആരാണ്ടം. അയ്യോ, ഇതാരും ഈ സമയത്ത് വാതിൽ മുട്ടുന്നത് എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അച്ഛന് വല്ല സുഖമില്ലായികയാണോ എന്ന് മഹേന്ദ്രൻ ഇങ്ങനെ ചോദിച്ചിട്ട്, ആരാ, അർജുനാണോ എന്നിങ്ങനെ പ്രഭാവതി ചോദിച്ചു. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. രണ്ടുപേരും ചെന്ന് വാതിൽ തുറന്നപ്പം ആരെയും കാണുന്നില്ല. ആരുമില്ലല്ലോ, എവിടെ പോയി? അപ്പോഴാണ് നമ്മുടെ മീൻ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് വന്നിട്ട്, അമ്മേ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കേട്ടോ. പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പം നിൻ്റെ പരിഭവമൊക്കെ തീർന്നോ പ്രഭാവതി? ഇവളുടെ പിറന്നാൾ മക്കൾ മറന്നുപോയി എന്ന വിഷമത്തിലായിരുന്നു ഇവള്. പിന്നെ മക്കൾ മറന്നെങ്കിലും മരുമോള് മറന്നിട്ടില്ലല്ലോ, പോരെ? സന്തോഷമായില്ലേ പ്രഭേ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പം എന്തിനാ അമ്മ കരയണത്? കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അമ്മയെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ എന്ന് പറഞ്ഞ് പ്രഭാവതിയുടെ കണ്ണു പൊത്തി. അല്ല, ഇതെങ്ങോട്ടാണ് പോണത് എന്ന് ചോദിച്ചു മഹേന്ദ്രൻ. അച്ഛനും വാ എന്ന് പറഞ്ഞ് പ്രഭാവതിയെയും കൂട്ടിക്കൊണ്ട് ബർത്ത്ഡേയുടെ കേക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട് പ്രഭാവതി ഞെട്ടി തരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടുവരണത്. അപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ എന്താ സന്തോഷമൊന്നും പറയണ്ട. അതെ പറ, ഇതൊക്കെ നിൻ്റെ പ്ലാനല്ലേ? പിന്നെ ആരുടെ വരാനാ എന്ന് മുത്തശ്ശൻ. ഈ ഒച്ചയും ബഹളവും കേട്ടോണ്ടാണ് നമ്മുടെ കാഞ്ചനയും അതുപോലെ തന്നെ മല്ലികയും എഴുന്നേറ്റ് പറഞ്ഞത്. എന്താ ഇവിടെ ശബ്ദം എന്ന് ചോദിച്ചു. അതെ, അമ്മയുടെ ബർത്ത്ഡേ ആഘോഷം നടക്കുക, നിങ്ങളും വാ എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചു. എന്നാൽ അമ്മ കേക്ക് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്തു. പിന്നെ അല്ലാതെ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാല്ലേ, പിന്നെ ആരെ വെയിറ്റ് ചെയ്യാനാന്ന് ഗൗതവും. അപ്പോൾ അവസാനം കേക്കൊക്കെ കട്ട് ചെയ്തു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പ്രഭാവതിക്ക്. കേക്ക് എടുത്ത് മീനുൻ്റെ വായി തന്നെ ആദ്യം കൊടുത്തു കേട്ടോ. പക്ഷേ എങ്കിലും മഹേന്ദ്രനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും വായി വെച്ച് കൊടുത്തു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചു. പക്ഷേ കാഞ്ചനയും മല്ലികയുടെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തി പോലെ കയറിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി തീർന്നല്ലോ അല്ലേ പരിപാടി, ഇനി പോകാമല്ലോ എന്നിങ്ങനെ മല്ലിക ചോദിച്ചപ്പം, ഒരു മിനിറ്റ്, ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കരുതിയിട്ടുണ്ട്, ദാമേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പ്രഭാവതി സന്തോഷത്തോടെ മേടിച്ചു.
മേടിച്ചിട്ട് തുറന്ന് നോക്കുകയാണ് വേഗം തന്നെ. അപ്പം നോക്കിയപ്പോഴത്തേനും പ്രഭാവതി ഞെട്ടിപ്പോയി. പ്രഭാവതിയുടെ ഒരു ചിത്രം വരച്ചതാണ് കേട്ടോ. അപ്പം മോളെ ഇത് മോള് വരച്ചതാണോ? അതെ അമ്മേ എന്ന് പറഞ്ഞു. ദേ നോക്കി, അതിന് നീ എങ്ങനെയാ മോളെ ഇവിടെ അമ്മേനെ കാണാതെ ഇങ്ങനെ വരച്ചത് എന്ന് ചോദിച്ചു. അതെന്തിനാ അമ്മയെ കാണുന്നത്? അമ്മേൻ്റെ മനസ്സിലില്ലേ, പിന്നെ അതിൻ്റെ ആവശ്യം എന്താ എന്ന് ഉടനെ മീനുൻ്റെ മറുപടി. മഹേന്ദ്രേട്ടാ കേട്ടോ ഇവള് പറഞ്ഞത്, ഞാൻ അവളുടെ മനസ്സിലുണ്ടെന്ന്. അതിപ്പോൾ ഇവിടെ ആർക്കറിയാത്തത്? അപ്പോൾ എനിക്ക് മാത്രമല്ലേ ഈ വീട്ടിൽ അറിയാത്തതുള്ളൂ അല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വന്ന നാൾ മുതൽ നിന്നെ അകറ്റി നിർത്തുമായിരുന്നു. നിന്നെ സ്നേഹിച്ചില്ല, നിന്നെ പുറത്താക്കാനായിട്ട് ചെയ്യാത്ത കാര്യങ്ങളില്ല. എന്നിട്ട് നീ എന്നെ വെറുത്തില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ അനിയത്തിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു, എൻ്റെ കുടുംബത്തിൽ കയറി വേദനിപ്പിച്ചു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ഞാൻ കഴിയിപ്പിച്ചു. മക്കൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം, എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി. അതെ, മഹേന്ദ്രനായിട്ട് ഇടയ്ക്ക് പറയും ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ നീ നന്നാവണമെന്ന് ഇടയ്ക്ക് പറയായിരുന്നു. അത് സത്യമാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരെയും ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. മോളിങ് വാ എന്ന് പറഞ്ഞ രണ്ടുപേരെയും. ഞാൻ ഈ പിറന്നാളിലാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരിക, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ദ്രോഹിക്കില്ല, ഒരിക്കലും ഞാൻ കാരണം നിങ്ങൾ കരയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും. പിന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചനേനെയാണ്. അപ്പോൾ കാഞ്ചന ഇതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. വാടി എന്ന് പറഞ്ഞുകൊണ്ട് മല്ലിക വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ എങ്കിൽ കാഞ്ചനയ്ക്ക് ഭയങ്കര സങ്കടമായി. കാഞ്ചന റൂമിൽ പോയിരുന്ന് കരച്ചിൽ. അപ്പോൾ കരച്ചിൽ എന്തായാലും മല്ലിക വന്നു. നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. അല്ല എന്നാലും അമ്മ, അതിന് നീ എന്താ ഇത്ര സങ്കടപ്പെടാനായിരിക്കുന്നത്? അവൾ നിൻ്റെ വെറ്റമ്മയൊന്നും അല്ലല്ലോ, പിന്നെ ഇത്രമാത്രം സങ്കടപ്പെടാനായിട്ട് എന്താ? എന്നാലും എൻ്റെ ചെറിയമ്മ ഇങ്ങനെയൊന്നും അല്ല. മീനുനെ കെട്ടിപ്പിടിച്ചത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായി പോയി. നീ വിഷമിക്കണ്ട, നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നിനക്ക് ആരില്ലെങ്കിലും ഈ ചെറിയമ്മയുണ്ടാവും, നീ ധൈര്യമായിട്ടിരി മോളെ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചനയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നീ വിഷമിക്കാതെ. അതെ, നിനക്കിപ്പോൾ പ്രഭാവതിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതൊന്നും വേണ്ട, തൽക്കാലം അതൊന്നും കാണിക്കരുത്. നിന്റെ കല്യാണം നടക്കുന്നത് വരെയെങ്കിലും നീ അനങ്ങാതെ നിൽക്കണം. കിട്ടാവുന്നതെല്ലാം വാങ്ങിച്ചെടുക്കണം. കല്യാണം കഴിഞ്ഞ ഉടനെ ഭാഗം വെപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ കാഞ്ചന ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് കാഞ്ചന ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഇന്ന് നിനക്ക് ഡ്രസ്സ് എടുക്കാൻ പോകേണ്ട ദിവസമല്ലേ, പറഞ്ഞതൊന്നും മറക്കണ്ട, അതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക്. നീ വിഷമിക്കൊന്നും വേണ്ട. മീനുവിൻ്റെ എനിക്ക് ഓർക്കുമ്പം അവരുടെ ഞാൻ ഇന്ന് നിൻ്റെ കല്യാണത്തിന് മുൻപ് അവരെ രണ്ടിനെയും 2 പാത്രം ആക്കിയിരിക്കും. എന്താ അതുപോലെ എന്ന് ചോദിച്ചു. അല്ല അപ്പോൾ ചെറിയമ്മേ, അത് പിന്നെ നീ വിഷമിക്കാതെ, ഞാനല്ലേ പറയണത്. അപ്പോൾ ഭയങ്കര ഇതിലിങ്ങനെ സന്തോഷത്തിലിങ്ങനെ ഇരുന്നു. പെട്ടെന്ന് തന്നെ കാഞ്ചന ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടാണെങ്കിൽ കാഞ്ചന ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കിച്ചണിലാണ്. അപ്പോൾ അഖില എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേഗം തന്നെ അർജുൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അതെ ഇന്ന് ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ എടുക്കാൻ പോകേണ്ടതല്ലേ, റെഡി ആവുന്നില്ലേ മീനു? സമയമുണ്ടല്ലോ അർജുന്, ഇപ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. മല്ലിക നേരത്തേനുമാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അല്ല മീനു എവിടെയുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ അർജുൻ. ഉണ്ട്, അതിനിപ്പോൾ എന്താ എന്ന് ചോദിച്ചു. അല്ല നാട്ടിലൊക്കെ നിങ്ങളെക്കുറിച്ചൊരു സംസാരമുണ്ട്. എന്താ സംസാരം എന്ന് മീനു ഇങ്ങനെ ചോദിച്ചപ്പോൾ, അല്ല നിങ്ങളാണ് മാതൃകാ ദമ്പതികൾ എന്നൊക്കെയാണ് ഇവിടുത്തെ സംസാരം. അപ്പോൾ ഇവരിങ്ങനെ സൂചിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.